ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് LDC ഇപ്പൊ ലാസ്റ്റ്, അതായത് ഏജ് കൂട്ടിയതിന്റെ പേരിൽ ചാൻസ് കിട്ടിയ ആൾക്കാർക്കും പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനു മുന്നും പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്ന് ക്രോഡീകരിച്ച് ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ എന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് SCRT ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ ഇട്ടിരുന്നത്. ഇപ്പൊ ഞാൻ SCRT അതിന് മുന്നേ ഞാൻ വേറുള്ള സബ്ജക്ട്സ് ഇട്ടിരുന്നു. അത് ഒന്നും ആരും കണ്ടു കാണുന്നില്ല. ഇനിയിപ്പോ ഉണ്ടോ എന്നറിയത്തില്ല, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ഓരോ സബ്ജക്റ്റ്, ഫിസിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഓരോ സബ്ജക്ട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ആ ക്ലാസ്സുകളും കൂടി കണ്ടു നോക്കുക. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പ് വൈസ്, അല്ലെങ്കിൽ എന്താ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ ഞാനൊരു അഡ്വൈസ് തരാവേ. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ PSC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ച് അതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും, അതിപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസോ അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ചാൻസ് എന്ന് കരുതുന്ന ആൾക്കാരോ എന്തും ആയിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്ന ഒരിതാണ് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെയുള്ള പഠനം. നമ്മുടെ ഹെൽത്തിനോ അല്ലെങ്കിൽ ഉറക്കം, ഭക്ഷണം, സംഭവങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതി. അതൊന്നാമത് ഇപ്പം ലാസ്റ്റ് ചാൻസ് ആയിട്ട് കിട്ടിയ ആൾക്കാർക്കുണ്ടാകാം. അതിൻ്റെ എനിക്കൊരു ജോലി അത്ര അത്യാവശ്യമാണെന്ന് കരുതി പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ് അങ്ങനെ ചത്തു കിടന്ന് പഠിക്കുന്നത്. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാനോ അല്ലെങ്കിൽ ഡേറ്റ് വരാനോ കൺഫർമേഷൻ വരാനോ ഒക്കെ നോക്കിയിരുന്ന് കഴിയുമ്പോഴാണ് ഒന്നാമത് നമ്മൾ അങ്ങനെ ചത്തു കിടന്ന് പഠിക്കേണ്ട വരുന്നത്. ഇപ്പൊ ജോലി നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം, ഒരു ജോലി നേടണമെന്ന് കരുതിയാണ് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്നും നോക്കണ്ട. ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം LDC 2027, LGS 2000, +2 ഇല്ലാത്ത ആൾക്കാർ, ഡിഗ്രി ഇല്ലാത്തവർക്ക് LGS 2027. ഇനി അതുകൂടാതെ സെക്രട്ടേറിയറ്റ് OA, അങ്ങനെ കുറേ എക്സാംസ് വരുന്നുണ്ട്. ഇപ്പം പ്രിലിംസ്, ബെവ്കോ, LDC, VFA, അതുകൂടാതെ കമ്പനി ബോർഡ് LGS, ഇതിനൊക്കെ പഠിക്കുന്ന ആൾക്കാർ അതിൽ ലിസ്റ്റിൽ കയറും. അതിനു വേണ്ടി ഇപ്പൊ ചത്ത് കിടന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അതില് കിട്ടും. നന്നായി നമ്മൾ വർക്ക് ചെയ്താൽ കിട്ടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹെൽത്ത് നോക്കാതെ വീണുപോയി അങ്ങനെ പഠിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കാതെ ഒക്കെ പഠിച്ച് ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ, ഹെൽത്തൊക്കെ നോക്കാതെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയുടെ ടൈമിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുമോ? പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നതും. പിന്നെ നമ്മൾ പരീക്ഷയോടടുക്കുമ്പോൾ നമുക്ക് മേലാതെ ആകുന്ന, ഇങ്ങനെ പഠിക്കാൻ ചത്ത് കിടന്ന് പഠിച്ചിട്ട് മേലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് പോകും. നമ്മൾ റിവൈസ് ചെയ്യുന്നതൊക്കെ കറക്റ്റൊക്കെ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പം ഒരു ദിവസം എല്ലാ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നതാണ്, ഒരു ദിവസം നമ്മളൊരു 6 hours, അത് നമ്മുടെ ഉറക്ക സമയമാണ്. ആ 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ക്രോഡീകരിക്കുക. നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങളുടെ സമയ ക്രമീകരണം അതനുസരിച്ച് സമയം ക്രമീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്, വീട്ടമ്മയാണ്, കുട്ടീനെ നോക്കാൻ ആളില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം പകല് ഉറങ്ങുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയം പഠിക്കുക. അല്ല ഈവനിങ് എല്ലാവരും ഹസ്ബൻഡൊക്കെ വന്നു കഴിയുമ്പോൾ ഹസ്ബൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ കൈ കൊടുത്തിട്ട് പഠിക്കുകയോ, അല്ല എങ്കിൽ കിടന്നു കഴിഞ്ഞ് നേരത്തെ ആ കൊച്ചിനെ ഇച്ചിരി നേരത്തെ ഉറക്കിയിട്ട് ഒരു 8-9 ആകുമ്പോൾ ഉറക്കിയിട്ട് ഒരു 11 മണി വരെ 11:30 വരെ പഠിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ചത്ത് കിടന്ന് ഇത് പഠിച്ചിട്ട് വീണ് പോയിട്ട്, ഇപ്പം നമുക്ക് ചത്ത് കിടന്ന് പഠിച്ചിപ്പോൾ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും വരുമോ? ഇല്ല.
നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. അതിലിപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെന്ന് വിചാരിച്ചു, നമ്മളൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും ജോലി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണല്ലോ അടുത്ത ഇതിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. അപ്പം നമുക്ക് ജോലിക്ക് പോകേണ്ടത് ആവശ്യകതയാണ്. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നോക്കുക. ഹെൽത്ത് അനുസരിച്ച് നിങ്ങളുടെ ജോബ് അനുസരിച്ച് നിങ്ങൾ വീട്ടമ്മയാണോ, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പം എല്ലാവരും പറയും സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി പഠിക്കണം എന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ സമയം കണ്ടെത്തേണ്ടത് നമ്മളാണ്. നമ്മൾ തന്നെ സമയം കണ്ടെത്തി നമ്മൾ തന്നെ പഠിക്കണം. വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ നമ്മുടെ ടൈം അനുസരിച്ച് ടൈം ക്രോഡീകരിച്ച് ഓരോ സബ്ജക്ട്സ് ആയിട്ട് ഇപ്പോൾ പഠിച്ച് ആ പഠിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ എത്ര തവണ റിവിഷൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LDC 2027 നേടാൻ കഴിയും. പിന്നെ ഇനി അവസരമില്ല എന്ന് ചിന്തിക്കാതെ, ഇനി ഇപ്പൊ ലാസ്റ്റ് ചാൻസ് ഉള്ള ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്, ഇനി ഒരു അവസരമില്ല എന്ന് കരുതി ടെൻഷൻ അടിച്ച് പഠിക്കാതെ, ഇത് ഒരു മികച്ച അവസരമാണ്, എനിക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ിട്ട് അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ അയ്യോ ഈ ചാൻസ് കൂടി പോയാൽ എനിക്ക് പിന്നെ കിട്ടാനില്ല എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് നമ്മൾ പഠിച്ചാലും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല കേട്ടോ. നമ്മൾ മനസ്സിൽ ഏകാഗ്രമാക്കി നമ്മൾ തന്നെ എനിക്കൊരു മികച്ച അവസരം കിട്ടി, ഈ ചാൻസിൽ ഞാൻ ജോലി നേടും എന്നൊരു ദൃഢനിശ്ചയം മനസ്സിൽ എടുത്തതിന് ശേഷം വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇനി അവസരം ഇല്ല അതൊക്കെ വിട്ടേരെ നിങ്ങൾ. ഇതൊരു മികച്ച അവസരമാണ്, എൻ്റെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ചിന്തിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ദൃഢനിശ്ചയം എടുക്കുക. ഈ LDC 2027 നല്ല മികച്ച റാങ്കിൽ ഞാൻ വരുമെന്ന് നിങ്ങൾ ദൃഢനിശ്ചയം എടുത്തിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. പിന്നെ അടുത്തത്, നിങ്ങളുടെ മത്സരം നിങ്ങളോടാണ്, വേറെ ആരോടുമല്ല. നിങ്ങൾ വേറെ ആരെയും വിചാരിക്കണ്ട. നിങ്ങൾക്കിപ്പം എവിടുന്നെങ്കിലുമൊക്കെ പുച്ഛമൊക്കെ ഇപ്പം പഠിക്കുന്നതിനുള്ള പുച്ഛവരി കേൾക്കുന്നുണ്ടായിരിക്കും. നാട്ടുകാർ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിയായില്ലേ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ടായിരിക്കും. അല്ല, വീട്ടിൽ നിന്ന് തന്നെ പുച്ഛവരി നിനക്ക് 24 മണിക്കൂർ ഇതാണോ പണി, നിനക്ക് ഈ വീട്ടിൽ പണിയൊന്നുമില്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണേ, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല 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 കാറ്റഗറീസ് ഉണ്ടാവും. ഫ്രണ്ട്സ് ഇല്ലേ, ഇനിയിപ്പോൾ കുറേ നാളായില്ലേ നീ PSCയുടെ പുറകെ നടക്കുന്നു, വല്ലോ ഗുണം ഉണ്ടായോ, നിനക്ക് ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷൻസ് ആണ്, നിനക്കിപ്പോൾ ഒരു വരുമാനം ഇല്ലേ, നിനക്ക് ഗവൺമെന്റ് ജോലി വേണമെന്ന് തന്നെ നിർബന്ധം, അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും. അങ്ങനെ പുച്ഛവടിയും ഇതും അടിച്ചിരുത്തലും അമർത്തലും ഒക്കെ പല 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 കാറ്റഗറീസ് ആൾക്കാരുണ്ടാവും. പല പല മനുഷ്യരുണ്ട്, പലവരുടെയും നാക്ക് പല വിധമാണ്. നമ്മൾ അതൊന്നും നോക്കണ്ട. യു ഡോണ്ട് ഹാവ് ലിസൺ അറ്റ് എനി വൺ. നിങ്ങൾ ആരെയും പറ്റിയും ചിന്തിക്കണ്ട, ആരെയും മൈൻഡ് ചെയ്യുകയും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയോടും നിങ്ങളോടുമാണ്. ഞാൻ നീതി പുലർത്തുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പം എനിക്കിത് നേടാൻ കഴിയും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ കഴിവ്, നമ്മൾ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ദൈവം കൊണ്ടുതരും. അതായത് മറ്റേ 50-50 കണക്കല്ല ഞാൻ പറഞ്ഞത്. ഒരു 90% നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസ്, പഠിക്കേണ്ട സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ദൈവം കൊണ്ടുതരും. അപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിക്കുക. വേറെ ആരെയും വാക്കോ വർത്താനോ ഒന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളോട് തന്നെ മത്സരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളൊരു ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി അവസരമില്ല എന്ന് ചിന്തിക്കാതെ മികച്ച അവസരമാണെന്ന് ചിന്തിച്ച് ദൃഢനിശ്ചയം എടുത്ത് പഠിക്കുക. നിങ്ങളുടെ മത്സരം നിങ്ങളോടാണെന്ന് ഉറപ്പിച്ചിട്ട് പഠിക്കുക. വേറെ ആരെയും ഒന്നിനെയും നിങ്ങൾ നോക്കണ്ട, കേൾക്കണ്ട. ഇനി LDC നോട്ടിഫിക്കേഷൻ എന്നാണ്. LDC നോട്ടിഫിക്കേഷൻ മിക്കവാറും നവംബർ കാണും, 2026 നവംബറിൽ കാണും. എന്തെങ്കിലും ഡിലേ സംഭവങ്ങൾ വന്നാൽ തന്നെ ഉറപ്പായിട്ടും ഡിസംബറോടെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിയിപ്പ്. അപ്പം വേറെ ഒന്നും ആരും നോക്കണ്ട. നിങ്ങൾ
ചിന്തിക്കേണ്ടതും പറയേണ്ടതും LDCയുടെ നോട്ടിഫിക്കേഷൻ നവംബറിലും ഡിസംബറിലും ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. പഴയ സിലബസ് അനുസരിച്ച് നോട്ട്സ് കളക്ട് ചെയ്യാനും നോട്ട്സ് ചെയ്യാനും SCRT പഠിക്കാനും ഒക്കെ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. വ്യക്തമായ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ കടന്നു പോകുന്ന ചുറ്റുപാട്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ബാക്കി പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അതറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ പഠിക്കാൻ കിട്ടുമോ? അല്ലെങ്കിൽ 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുക. അപ്പൊ LDC 2027 നമ്മൾ നേടും. അല്ലെങ്കിൽ LGS അല്ലെങ്കിൽ OA, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നേടുമെന്ന് ദൃഢനിശ്ചയം എടുത്ത് നിങ്ങൾ ഇറങ്ങുക. അപ്പം നിങ്ങൾക്ക് കിട്ടും. ഹെൽത്ത് നോക്കുക, നിങ്ങളോട് മത്സരിക്കുക. ഇനി ഇതൊക്കെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് അടുത്തത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ജനറലില് 2/1/1986 തൊട്ട് 1/1/2008 വരെയുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ ചില വീഡിയോയിലൊക്കെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട് 1/1/1986 ഉണ്ടെങ്കിൽ 2/1/2008 ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിലയിടത്ത് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഡേറ്റിനുള്ളിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ജനറൽ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിൽ അപ്ലൈ ചെയ്യാം. പിന്നെ OBC കാറ്റഗറി ആണെങ്കിൽ 2/1/1983 തൊട്ട് 1/1/2008 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 2/1/1981 തൊട്ട് 1/1/2008 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളുടെ കാറ്റഗറി എങ്ങനെയാണ്? അപ്പം സംവരണം ഉള്ളവർക്ക് അതനുസരിച്ച്, അല്ലാതെ സാധാരണ കാറ്റഗറി ആണെങ്കിൽ 40, OBC ആണെങ്കിൽ 43, SC/ST ആണെങ്കിൽ 45. അങ്ങനെ ആണ് ഇപ്പം PSC പരിഷ്കരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് പരിഷ്കരിച്ചിരിക്കുന്ന ഏജ് കാറ്റഗറികൾക്ക് ഇങ്ങനെയാണ്. അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് അത് നോക്കി വേണം ചെയ്യാൻ. അപ്പം ഈ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അവരവരുടെ കാറ്റഗറി അനുസരിച്ച് അവരവരുടെ സംവരണങ്ങളും സംഭവങ്ങളും അനുസരിച്ച് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതിനു മുന്നേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു, LDC 2027 നിങ്ങൾ നേടാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ കുറെ അങ്ങോട്ട് ഹെൽത്ത് ഒന്നും നോക്കാതെ ഇത് എഴുതുന്നതാണ് ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയായി, നിങ്ങൾ LDC 2027 നേടുമെന്ന് നിങ്ങൾ ദൃഢനിശ്ചയം എടുത്തു. നിങ്ങൾക്കത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് മത്സരിക്കാൻ നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ ഒരു PSC ആസ്പിരൻ്റായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രായം കൂടിയ ആൾക്കാരാണെന്ന് വിചാരിക്കട്ടെ, ഏജ് ഓവർ, അതായത് 36 വയസ്സ് കഴിഞ്ഞ് ഇപ്പം കാറ്റഗറി കിട്ടിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അയ്യോ ഞാൻ 18 വയസ്സായ പിള്ളേരുടെ കൂടെ, അല്ലെങ്കിൽ 20, 22, 24 അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുഞ്ഞു പിള്ളേരുടെ കൂടെ പരീക്ഷ എഴുതാൻ പോവാം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് ഒരനുഭവ സമ്പത്താണ്. അപ്പം അത്രയും എക്സാം എഴുതിയിട്ടുണ്ട്, എനിക്ക് അത്രയും എക്സാം, അതൊരു പ്രിവിലേജ് ആയിട്ട് എടുക്കുക. അപ്പം എനിക്കിപ്പോൾ PSCയുടെ രീതികൾ സംഭവങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം അതൊരു ഗുണമായി, അതൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നിങ്ങളോടാണ് മത്സരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഏജ് കുറഞ്ഞ ഗ്രൂപ്പോ കൂടിയ ഗ്രൂപ്പോ അങ്ങനെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളോട് മത്സരിക്കുക. നിങ്ങളുടെ കാലിബർ, നിങ്ങൾ കുറച്ച് അധികം നേരം പഠിച്ചാലേ നിങ്ങൾക്ക് തലയിൽ കയറുമെന്നുണ്ടെങ്കിൽ അധികം നേരം പഠിക്കുക. കുറച്ച് പെട്ടെന്ന് കിട്ടുമെങ്കിൽ അങ്ങനെ പഠിക്കുക. നിങ്ങളുടെ ലെവൽ എന്താണെന്ന് ചിന്തിച്ച് നിങ്ങൾ പഠിക്കുക. ഇനിയിപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെന്ന് വിചാരിച്ചോ, അയ്യോ 24 മണിക്കൂറും
ഉം, 24 മണിക്കൂറും പഠിക്കാൻ പോകുന്നവരുണ്ട്. PSC കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ മത്സരിച്ചിട്ട് എന്താ കാര്യം? എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല. ഞാൻ ജോലി ചെയ്തിട്ട് വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും കൂടി ചെയ്തിട്ട് വേണം എനിക്ക് പഠിക്കാനിരിക്കാൻ. നിങ്ങളതും ചിന്തിക്കണ്ട. ഇതൊന്നും നിങ്ങളെ ബോദർ ചെയ്യുന്ന കേസല്ല. നിങ്ങൾ നിങ്ങളുടെ മാത്രം കാര്യം നോക്കിയാൽ മതി. വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം അനുസരിച്ച് PSC കോച്ചിങ്ങിനോ സെൽഫ് സ്റ്റഡിയോ ഒക്കെ ചെയ്ത് ജോലി മേടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളതുകൊണ്ട് അതൊന്നും നോക്കണ്ട. നിങ്ങളുടെ ടൈം അനുസരിച്ച് ടൈം ടേബിൾ ചെയ്ത് നിങ്ങൾ ജോലി മേടിച്ചാൽ മതി. അപ്പം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇഷ്ടമുള്ള വിഷയം മാത്രം പഠിക്കാതെ എല്ലാ ഏരിയകളും പഠിക്കണം കേട്ടോ. GKയിലൊക്കെ ചില ആൾക്കാരുണ്ട്, ചിലർക്ക് ഹിസ്റ്ററി ഇഷ്ടമായിരിക്കും, ചിലർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് സയൻസിന്റെ പോർഷൻ ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് എക്കണോമിക്സ് ഇഷ്ടമായിരിക്കും. അങ്ങനെ പലർക്കും പല പല സബ്ജക്ട്സും പല പല വിഷയങ്ങളായിരിക്കും ഇഷ്ടം. അപ്പോൾ എന്നാ ചെയ്യും, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും, ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യും. ചില ആൾക്കാർക്ക് എനിക്കങ്ങ് എക്കണോമിക്സ് ഇഷ്ടമല്ല, കൂടുതൽ ആൾക്കാർ എക്കണോമിക്സ് ആണെന്ന് തോന്നുന്നു സ്കിപ്പ് ചെയ്യുന്നത്. അത് ചെയ്യരുത് കേട്ടോ. എക്കണോമിക്സ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ചില ആൾക്കാർക്ക് ചരിത്രം ഇഷ്ടമല്ലായിരിക്കും. ഹിസ്റ്ററി പഠിച്ചാൽ ഉറക്കം വരും, എനിക്കങ്ങ് വേണ്ട ഹിസ്റ്ററി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ചിലര്. ചില ആൾക്കാർ സയൻസ് ഭയങ്കര പാടാ, അത്രയും ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് കരുതി സയൻസ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇഷ്ടമുള്ള വിഷയം മാത്രം പഠിക്കാതെ എല്ലാ ഏരിയകളും പഠിക്കണം. സിലബസിൽ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അല്ലേ. ഇനി GKയിലല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ ഓരോരുത്തർക്കും ടഫായിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ. ആ പോർഷൻ കൂടുതൽ ടൈം എടുത്ത് പഠിക്കണം നിങ്ങൾ. അല്ലാതെ അത് സ്കിപ്പ് ചെയ്തിട്ട് അത് എനിക്ക് പാടാ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാതെ, അത് ഏറ്റവും പാടുള്ള പോർഷൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് പഠിച്ച് കൂടുതൽ ടൈം കൂടുതൽ തവണ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ പോർഷൻ എളുപ്പമായിട്ട് വരും. അന്നേരം നമുക്ക് ടൈം മാനേജ് ചെയ്ത് അതിലൂടെ ഒരുപാട് ടൈം പോകാതെ പെട്ടെന്ന് അതിൻ്റെ ആൻസർ കിട്ടുകയും നമുക്ക് ഏറ്റവും പാടുള്ള പോർഷൻസ് തറവാകുകയും ചെയ്യും. അടുത്തത്, സിലബസിൽ ഒതുങ്ങിയ മാർക്ക് അനുസരിച്ച് പഠിക്കുക. അല്ലാതെ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു SCERT മൊത്തം ഉണ്ടെങ്കിൽ അത് മൊത്തം എടുത്ത് പാടാപ്പാടം പഠിക്കാതെ നിങ്ങൾക്ക് ആവശ്യമെന്തോ അത് പഠിക്കുക. ഒരു സിലബസ് എടുത്ത്, ഞാൻ പറയുന്നത് പോലെ ഞാൻ വീണ്ടും പറയുന്നു, പഴയ ഒരു സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് നിങ്ങൾ സിലബസ് എടുത്ത് അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് വെക്കുക. പ്രിന്റ് എടുത്ത് വെച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന പോർഷൻസ് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് മോക്ക് ടെസ്റ്റുകളും ഇതും ചെയ്ത് അത് റിവിഷൻ ചെയ്യുക. അത് ഞാൻ പിന്നെ പറയാം. സിലബസിൽ ഒതുങ്ങി മാർക്ക് അനുസരിച്ച് സിലബസിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിക്കണം. അല്ലാതെ ഒരു ഗൈഡ് എടുത്തിട്ട് ചുമ്മാ കുറേ വലിച്ചു വാരി അത് പഠിക്കുക, കുറേ SCERT ചാപ്റ്റേഴ്സ് മൊത്തം ഒന്നും പഠിക്കണ്ട. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, സിലബസിലുള്ളത്, അങ്ങനെ പറയാം, സിലബസിലുള്ള SCERT ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ ഉള്ള എല്ലാ SCERT ചാപ്റ്ററും ഒന്നും പഠിക്കണ്ട. അങ്ങനെ സിലബസ് നോക്കി പഠിക്കുക. അടുത്തത്, നിങ്ങൾ അറ്റൻഷൻ കൊടുക്കേണ്ട ഏരിയാസ് ഏതാന്നുള്ളതാണ്. നിങ്ങൾ അറ്റൻഷൻ കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് റിവിഷൻ. നിങ്ങൾ റിവിഷൻ ചെയ്യുക, വ്യക്തമായിട്ട് റിവിഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. റിവിഷൻ ശ്രദ്ധിക്കുക. LDക്ക് മുമ്പ് ഏതെങ്കിലും പരീക്ഷകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒക്കെ പരീക്ഷകൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. മാക്സിമം, ഇനിയിപ്പോൾ നിങ്ങൾക്കില്ലെങ്കിൽ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യണം. മാക്സിമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം റിവിഷൻ ശ്രദ്ധിക്കണം. എല്ലാ പഠിച്ച പോർഷൻസ് എല്ലാ ആഴ്ചയിലും ഞാനത് മാസ്റ്റർ പ്ലാനിൽ ഇട്ടിട്ടുണ്ട്. മെഗാ റിവിഷനും അല്ലാതെ മന്ത്ലി വീക്ക്ലി റിവിഷനുമായിട്ട് നിങ്ങൾ എല്ലാ സംഭവങ്ങളും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞ എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. അത് നോക്കി അതും നോക്കാം. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ റിവിഷൻ ശ്രദ്ധിക്കുക. LDCക്ക് മുമ്പ് പിന്നെ ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് അറ്റൻഡ് ചെയ്യുകയും
നിങ്ങൾക്ക് എക്സാം ഇല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന പ്രതീതി നിലനിർത്തിക്കൊണ്ട് 1.25 മണിക്കൂർ കൊണ്ട് തന്നെ മാക്സിമം എക്സാംസും PYQസും അറ്റൻഡ് ചെയ്യുക. അപ്പം നന്നായി വർക്ക് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുക. അപ്പം ടൈം മാനേജ്മെൻറ്റും ലോജിക്കൽ ഗസ്സ് എന്നിവ ശീലിക്കുക. അതായത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മാത്സിനൊക്കെ കൂടുതൽ സമയം എടുക്കാതെ, ഇംഗ്ലീഷിന് മലയാളത്തിന് അങ്ങനെയൊക്കെ കൂടുതൽ സമയം എടുക്കാതെ അതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി മാക്സിമം PYQ അറ്റൻഡ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. പിന്നെ ലോജിക്കൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്തിനു വന്നു, എവിടുന്ന് വന്നു, ഈ ക്വസ്റ്റ്യൻ അവരിടാനുള്ളതിൻ്റെ കാരണം എന്താ എന്നൊക്കെ ചിന്തിച്ച് വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ. അങ്ങനെ ലോജിക്കലായിട്ട് ചിന്തിച്ച് ആൻസർ ചെയ്ത് ശീലിക്കുക. അപ്പം അങ്ങനെ ചെയ്ത് ശീലിക്കുന്നത് ശരിയാവുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. PYQ ശീലിക്കുക. PYQ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യണം. അത്യാവശ്യം പഠിച്ചിട്ട് നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ. PYQ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കറക്റ്റ് പരീക്ഷാ ഹാളിൻ്റെ പ്രതീതി നിലനിർത്തിയിട്ട് വേണം PYQ അറ്റൻഡ് ചെയ്യാൻ. അത് കഴിഞ്ഞ് ആ PYQ നന്നായി അനലൈസ് ചെയ്യുക. അതിൻ്റെ ഓപ്ഷൻസും നന്നായിട്ട് അനലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്നു, ലാസ്റ്റത്തെ അവസരം വന്ന് ചിന്തിക്കേണ്ട. അതുപോലെ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ നിങ്ങൾ പോയി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ ക്ലാസ് എടുത്ത് പഠിക്കും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ എല്ലാ ക്ലാസ്സും ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പോയാലും മതി. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നിങ്ങൾ ഈ LDC 2027 നേടുമെന്ന് ദൃഢനിശ്ചയമെടുത്ത് പരിശ്രമിക്കാൻ റെഡിയാകുക. നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഇപ്പോൾ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല. അപ്പം എൻ്റെ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്താൻ, ഞാനിടുന്ന ക്ലാസ്സിനൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞാലേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.